ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DAC. DACന് ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ടു ആനലോഗ് കൺവേർട്ടർ. അപ്പോൾ ഈ ഡിജിറ്റൽ ടു ആനലോഗ് കൺവേർട്ടർ എന്താ ചെയ്യാൻ നോക്കാം. അതിൽ പേര് തന്നെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റൽ പൾസസിനെ നമ്മൾ യൂസ് ടു കൺവേർട്ട് ഡിജിറ്റൽ പൾസസ് ടു ആനലോഗ് സിഗ്നൽസ്. ഡിജിറ്റൽ പൾസസ് ടു ആനലോഗ് സിഗ്നൽസ്. ഇനി ഈ ഡിജിറ്റൽ പൾസസും ഈ ആനലോഗ് സിഗ്നൽസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഈ 1 0 അല്ലെങ്കിൽ 1 1 0 0 അങ്ങനത്തെ ബൈനറി നമ്പേഴ്സ് വരുന്നതാണ് ഈ ഡിജിറ്റൽ പൾസസ്. ഈ 8051 മൈക്രോ കൺട്രോളർ നമുക്ക് ഔട്ട്പുട്ട് ബൈ ഡീഫോൾട്ട് ഔട്ട്പുട്ടായി വരുന്നത് എന്താണ്, ഈ 1ഉം 0സും ആണ് അതിൻ്റെ അകത്ത് വരാം. നമുക്കറിയാലോ അതിനകത്ത് 4 പോർട്ട് ഉണ്ട്, മറ്റേ P1 പോർട്ട്, P2 പോർട്ട്, P3 പോർട്ട്, P4 പോർട്ട്. ഇതിൽ നിന്നൊക്കെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് എന്തായിരിക്കും, ഈ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇതാണ് ഡിജിറ്റൽ പൾസസ്. ഇതിന് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, ഈ കാണുന്ന വേവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. വേവ് ഫോം എന്ന് വെച്ചിട്ട് എന്താ, അതൊരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ആയിരിക്കും. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അടുത്ത് നോക്കാം. വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യും, 8051 മൈക്രോ കൺട്രോളർ ഇരിക്കും. അതിനകത്ത് ഏതെങ്കിലും ഒരു പോർട്ടാണ് നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ ഈ 1011 അല്ലെങ്കിൽ 00 ഇങ്ങനത്തെ ഔട്ട്പുട്ട് കിട്ടണം. ഇങ്ങനത്തെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു, P0 പോർട്ട് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ P2 സെലക്ട് ചെയ്യാം, P1 സെലക്ട് ചെയ്യാം, P4 സെലക്ട് ചെയ്യാം. ഞാനിവിടെ P0 പോർട്ട് സെലക്ട് ചെയ്തു. അതിനുണ്ട് 8 പിൻ ഉണ്ട്. ആ 8 പിൻ എടുത്തിട്ട് നമുക്ക് ഡിജിറ്റൽ ടു ആനലോഗ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു IC ഉണ്ട്. ആ ICൻ്റെ പേരാണ് DAC0808. അപ്പോൾ നമ്മുടെ ഈ P00 ഇതിൻ്റെ D0 അങ്ങനെ P01 D1 അങ്ങനെ 8 പിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഈ ICയിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വി ഔട്ട് നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക, വോൾട്ടേജ് അല്ലെങ്കിൽ ഈ കറണ്ട് കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു സിംപ്ലിഫൈഡ് ഡയഗ്രാം ആണ്. ഇതിൽ കൂടുതൽ കണക്ഷൻസ് ഉണ്ട്. ഇവിടെ റെസിസ്റ്റർ കണക്ട് ചെയ്യാനുണ്ട്, ഇവിടെ ഒരു ഇൻവെർട്ടറൊക്കെ കണക്ട് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഡയഗ്രാം പിന്നീട് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ICയിലേക്ക് VCC കൊടുക്കണം, ഗ്രൗണ്ട് കൊടുക്കണം. ഈ വി ഔട്ട് നമുക്ക് എന്ത് കിട്ടും, ഈ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കിട്ടും. ഇനി ഈ ഓരോ 10101 എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളില്ലേ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണ് IOUT is equal to, അതായത് ഇവിടുന്ന് വന്ന കറണ്ട് ഇസ് ഈക്വൽ ടു ഐ റെഫറൻസ് നമ്മൾ എന്ത് ചെയ്യും, ഈ ICയിൽ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. അത് ഇൻറ്റു D7/2, ഇവിടുത്തെ D7/2, D6/4 എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിവൈഡ് ചെയ്യുന്ന സാധനങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. 4 8 16 32 64 128 256 അങ്ങനെ ഓരോ പിന്ന് ഓരോ വാല്യൂസ് ഡിവൈഡ് ചെയ്തിട്ട് അത് ഐ റെഫറൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൽ കൂടെ പുറത്തേക്ക് പോണ കറണ്ട് കിട്ടും. ആ കറണ്ടിൽ കൂടെ ഒരു റെസിസ്റ്റർ കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ വോൾട്ടേജ് കിട്ടും. ആണല്ലോ, ഒരു റെസിസ്റ്റർ കൊടുക്കുമ്പോൾ അതിൻ്റെ അക്രോസ് വന്ന ഡ്രോപ്പാണ് അവിടുത്തെ വോൾട്ടേജ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ പഠിക്കാൻ വന്നത് 3 ഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയർ വേവ്, ഒന്ന് സോത്തൂട്ട് വേവ്, ഒന്ന് ട്രയാങ്കുലർ വേവ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോർട്ടിൽ കൂടെ ഈ ICയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 വേവ് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ടിലേക്ക് പോകാം. ഓക്കെ, പ്രോഗ്രാമിംഗ് പാർട്ടിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് സോ ടൂത്ത് വേവ് ജനറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സോ ടൂത്ത് കണ്ടില്ലേ, ഒരു ഗ്രേറ്റ് റൈസ് ഉണ്ടാവും, എന്നിട്ട് പെട്ടെന്ന് ഡിക്രീസ് ചെയ്യും, ഗ്രേറ്റ് റൈസ് ഉണ്ടാവും, പെട്ടെന്ന് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ചെറിയൊരു പ്രോഗ്രാമാണ്. അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മൂവ് എ അക്യുമുലേറ്ററിലേക്ക് #00H. ഈ 00H എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്, ഇവിടെ നോക്കാം. ഇവിടെ 00H എന്ന് കണ്ടില്ലേ, ഹെക്സാ ഡെസിമൽ ബൈനറിയിലേക്ക് വരുമ്പോഴത്തേക്കും 0ൻ്റെ ബൈനറി എന്ന് പറയുമ്പോൾ 0000, 0ൻ്റെ ബൈനറി എന്ന് പറയുമ്പോൾ 0000. അപ്പോൾ നേരത്തെ 01 ആണെങ്കിലോ 0ൻ്റെ ബൈനറി 0000, 1ൻ്റെ ബൈനറി 0001. ഇങ്ങനെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ വാല്യൂസ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, ബൈനറി വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ യൂസ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് 00 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നിട്ട് അക്യുമുലേറ്ററിൽ 00 എന്ന് പറഞ്ഞ ഹെക്സ് വാല്യൂ ആയിട്ടോ, ഇവിടെ ഹെക്സ് വാല്യൂ ആണ്. അപ്പോൾ എന്തായി, 00 ഹെക്സ് ആണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്ത ഈ 00 എന്ന് പറഞ്ഞ വാല്യൂ അത് ഇപ്പോൾ അക്യുമുലേറ്ററിൽ കിടപ്പുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ എഗെയിൻ അല്ലെങ്കിൽ ലൂപ്പ് എന്നോ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം, ലൂപ്പിനുള്ളിൽ എന്താ സംഭവിക്കുന്നത്, മൂവ് P1, A അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രോഗ്രാമിൽ P0, A. ഇവിടെ P0 ഏതാ, ഈ മൈക്രോ കൺട്രോളർ പോർട്ടാണ്. P0ൻ്റെ ഉള്ളിലേക്ക് എന്ത് മൂവ് ചെയ്യണം, A എന്ന് പറഞ്ഞ വാല്യൂ മൂവ് ചെയ്യണം. അപ്പോൾ എനുള്ളിൽ എന്താ 00 ആണുള്ളത്, ഈ 00 എന്ന് പറഞ്ഞ വാല്യൂ ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം. അപ്പോൾ ഇവിടെ നോക്കി, ഈ 000 എന്ന് പറഞ്ഞ സാധനം എന്താ, കംപ്ലീറ്റ്ലി 0 ബൈനറിയാ. അപ്പോൾ ഇത് കോപ്പി ഇങ്ങടേക്ക് ട്രാൻസ്ഫർ ആവും. P0ൻ്റെ ഉള്ളിൽ 0 വരും, P1ൻ്റെ ഉള്ളിൽ 0 വരും, എല്ലായിടത്തും എന്ത് വരും, 0 എന്ന് പറഞ്ഞൊരു വാല്യൂ വരും. കോപ്പി പേസ്റ്റ്, ഇവിടെയും 0 വരും, ഇവിടെയും 0 വരും, എല്ലായിടത്തും 00 എന്ന് പറഞ്ഞ വാല്യൂ വരും. ഇത് ഹെക്സ് വാല്യൂ അല്ല കേട്ടോ, ഇവിടെ വരുന്ന 00 ഒക്കെ എന്താ, സാധാ 0 ആണ്. ഇവിടെയൊക്കെ സാധാ 0 ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സാധാ 0യിൽ എന്തുണ്ട്, പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഇൻക്രിമെന്റ് A എന്ന് ചെയ്യും. അപ്പോൾ അക്യുമുലേറ്ററിൽ എത്ര ഉണ്ടായേ, 00, അത് മാറിയിട്ട് എന്താവും 01
എച്ച് എന്നാകും. ഓക്കെ, ഇപ്പൊ അക്യുമീറ്ററിലെ വാല്യൂ മാറി 0 1 എച്ച് എന്നായില്ലേ. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ നമ്മൾ ഇത്ര നേരം 0 0 ആയിരുന്നില്ലേ, ഈ 0 0 ഒക്കെ മാറിയിട്ട് വെയിറ്റ്, അതിനു മുമ്പ് എ ഇൻക്രിമെന്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, എസ് ജമ്പ് ലൂപ്പിലേക്ക്. ഓക്കെ, എസ് ജമ്പ് ലൂപ്പ് എന്ന് എന്തായി, ഈ ലൂപ്പിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്തു, മൂവ് P0A. അപ്പൊ ഇപ്പൊ അതിനുള്ളിൽ എന്താ 0 1 എന്ന് പറഞ്ഞ വാല്യൂ ആണ്, അത് P0യിലേക്ക് വരണം. അപ്പൊ എന്ത് പറ്റും, ഇവിടുത്തെ വാല്യൂസ് ഒക്കെ മാറിയിട്ട് 1 എന്നാവും. അപ്പൊ ഈ സോ ടൂത്തിൽ ഇത്രേ പ്രോഗ്രാം ഉള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുക, എന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്ത റെപ്പിറ്റേഷനിൽ എന്റെ വാല്യൂ 2 ആവും. അപ്പൊ ഇത് മാറിയിട്ട് 2 എന്ന് പറഞ്ഞ വാല്യൂ. അപ്പൊ എന്താ സംഭവിക്കുക, ഈ വാല്യൂ ഇൻക്രീസ് കൊണ്ടിരിക്കുക. ഇത് 0യിലുള്ള വാല്യൂ, ഇത് 1ലുള്ള വാല്യൂ, ഇത് 2ലുള്ള വാല്യൂ, ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഇൻക്രീസ് ചെയ്യണ ഇതിനാണ് നമ്മൾ എന്താ പറയുക, സോ ടൂത്ത് വേവ് ആണല്ലോ. ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് പെട്ടെന്ന് ഓഫ് ആകുമ്പോഴത്തേക്കും ഒരു ഷാർപ്പ് ടിപ്പ് വരുന്നത്. ഇത്രേ ഉള്ളൂ സോ ടൂത്ത് ജനറേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്വയർ വേവ് ജനറേഷൻ. ഇത് നേരത്തെ പോലെ തന്നെ വളരെ എളുപ്പമായിട്ടുള്ള പ്രോഗ്രാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യണം, ഒരു ലൂപ്പ് ഡിക്ലെയർ ചെയ്യണം. അത് ഞാൻ ലൂപ്പ് എന്ന് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ ലൂപ്പിൽ ഞാൻ എന്ത് ചെയ്തു, മൂവ് P1, #00h. 00h എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം, ഈ 000 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അപ്പോൾ P1 ഡയറക്റ്റ് അക്യുമുലേറ്ററിലൊന്നും നിൽക്കണില്ല, ഡയറക്റ്റ് P1നുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, 000 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വന്നു, 0 0 0 0 0 0 0 0. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ കിട്ടുക, ഒരു 0 ലൈവ്. ഓക്കെ, പ്രത്യേകിച്ച് വോൾട്ടേജ് ഒന്നും ഇല്ലാത്ത ഒരു 0 ലൈനായിട്ട് കിട്ടും. ഇനി അടുത്ത എന്താ സംഭവിക്കുക, നമ്മളത് കൊടുത്തതിന് ശേഷം എ കോൾ ഡിലേ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഡിലേ വരണം, അല്ലെങ്കിൽ ഈ ഐസിക്ക് കറക്റ്റ് റിഫ്രഷ് ചെയ്യാൻ ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിലേ കൊടുക്കുക. നെക്സ്റ്റ് മൂവ് P1, #FFH. ഓക്കെ, ഈ FFH എന്ന് പറഞ്ഞ ഹെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുമ്പോൾ 1 1 1 1 1 1 1 1 എന്ന് വരും. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ഇത് P1 എടുത്തു, അതിനുള്ളിലേക്ക് FFH എന്ന് പറഞ്ഞ വാല്യൂ വന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തായി, 1 1 1 1 1 1 1 1. ഓക്കെ, ഇതെങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. FFH എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെക്സാഡെസിമൽ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കും, ഫുള്ള് 1 വരുന്ന ഒരു ഇതായിരിക്കും. അപ്പോൾ എന്തായി, ഇപ്പോൾ P1-നുള്ളിൽ 1 എന്നുള്ളതായി. അപ്പോൾ ഈ 0 ലൈൻ മാറിയിട്ട് നേരെ എന്താവും, നേരെ 1ലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ പിന്നെന്താ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ നമ്മളൊരു എ കോൾ ഡിലേ, നമ്മൾ ഐസിക്ക് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡിലേ കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, എസ് ജമ്പ് ലൂപ്പ്. ഒരു വട്ടം 0 ആകും, പിന്നെ 1 ആകും, എന്നിട്ട് അതെന്ത് ചെയ്യും, ലൂപ്പിലേക്ക് തിരിച്ചു പോകും. 0 ആകും, 1 ആകും, 0 ആകും, 1 ആകും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവസാനം എന്ത് വരും, ഈ സാധനം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതെന്തായി, ഒരു സ്ക്വയർ വേവ് ആയില്ലേ. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രയാങ്കുലർ വേവ്. വൺസ് അഗെയിൻ സോ ടൂത്തും സ്ക്വയർ വേവും പോലെ ഇത് വളരെ ഒരു ചെറിയ പ്രോഗ്രാമാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യുക, മൂവ് A, #00h. അപ്പോൾ എന്ത് സംഭവിക്കും, അക്യുമുലേറ്ററിൽ 00h എന്ന് പറഞ്ഞൊരു ഹെക്സാഡെസിമൽ നമ്പർ വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, മൂവ് P1, A. P1-ൻ്റെ ഉള്ളിലേക്ക്, ഐ മീൻ P1 അല്ല P0ൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, ഈ എൻ്റെ വാല്യൂ കൊടുക്കുക. ഇവിടെ എന്താ 0 ആണ്, അപ്പോൾ ഇതെല്ലാം എന്തായി മാറും, 0 ആയി മാറും. അപ്പോൾ സ്റ്റാർട്ടിങ് വാല്യൂ എത്തിരി ഔട്ട്പുട്ടിൽ 0 എന്നുള്ള വാല്യൂവിൽ തുടങ്ങും. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിക്കുന്നത്, നമ്മൾ എയിലേക്ക് നീങ്ങിയതിന് ശേഷം ഇൻക്രിമെൻറ്റ് എ. അപ്പോൾ എന്ത് മറ്റും നേരത്തെ നമ്മൾ സോർട്ട് ടൂത്തിൽ കണ്ട പോലെ ഇതിൻ്റെ വാല്യൂ മാറിയിട്ട് 0 1 എന്നാവും. അപ്പോൾ 0 1 ആകുമ്പോൾ അറിയാലോ നമുക്ക്, 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 0 0 0. അപ്പോൾ ഇവിടെ മാത്രം P7-ൽ മാത്രം 1 ആവും. ഓക്കെ, ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇതെന്ത് ചെയ്യും, എഗെയിൻ. ഓക്കെ, ഇത് ട്രയാങ്കുലർ ആയതുകൊണ്ട് CJNE എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യും. കമ്പയർ ജംപ് നോട്ട് ഈക്വൽ ടു A, #255, ലൂപ്പ്. ഇതിൻ്റെ ലോജിക്ക് എന്താ, നമ്മൾ ലൂപ്പിൽ സ്റ്റാർട്ട് ചെയ്തു, P0ലേക്ക് എന്റെ വാല്യൂ കൊടുത്തു. ആദ്യം എന്റെ വാല്യൂ എന്തായിരുന്നു, 0 0 എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഫുള്ള് 0 വന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, എനെ ഇൻക്രിമെന്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, എനെ കമ്പയർ ചെയ്യണം. കമ്പയർ CD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പയർ ജമ്പ്. എനെയും 255 എന്ന് പറഞ്ഞ വാല്യൂനെ കമ്പയർ ചെയ്യണം. അപ്പം നമ്മൾ ആദ്യത്തെ വാല്യൂ എന്തായിരുന്നു, 0 എന്നായിരുന്നു. 0നെ നമ്മൾ 255 വെച്ച് കമ്പയർ ചെയ്യും. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണോ, ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ. നോട്ട് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, തിരിച്ച് ലൂപ്പിലേക്ക് പോകണം. അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഈ എന്റെ വാല്യൂ 255 എന്ന് വരുന്നത് വരെ, 255 പറഞ്ഞ വാല്യൂ വരുന്നത് വരെ എന്ത് ചെയ്യും, ഈ ലൂപ്പ് റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, വാല്യൂ കൂടി എന്താവും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 255 എന്ന് പറഞ്ഞ വാല്യൂ എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും,
ഈ ലൂപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എക്സിസ്റ്റ് ചെയ്യും. ഇനി അടുത്തൊരു ലൂപ്പാണ് ഡിക്രീസ് ലൂപ്പ്. ഇതൊക്കെ ഞാൻ ഇഷ്ടമുള്ള പേര് കൊടുക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും. ഡിക്രീസ് ലൂപ്പിൽ എന്താ പറ്റണത്? മൂവ് P0, A. ഓക്കെ, ഈ ലൂപ്പിൽ അവസാനം പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും എന്റെ ഉള്ളിലുള്ള വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 255 ആയിരിക്കും. എന്നിട്ട് എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഈ 255 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ 255 ആയിരിക്കും, ഇവിടെ 255 ആയിരിക്കും, ഇവിടെ 255 ആയിരിക്കും, ഇവിടെ 255. ഇപ്പം ഞാൻ നോർമൽ ഡെസിമലിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. നേരത്തെ നമ്മൾ ഹെക്സിലാണ് എഴുതിക്കൊണ്ടിരുന്നത്, ഇപ്പം ഞാൻ നോർമൽ ഡെസിമൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 255 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? നേരത്തെ ഇൻക്രിമെന്റ് എ അല്ലേ ചെയ്തത്, ഇനി നമ്മൾ ഡിക്രിമെന്റ് എ ചെയ്യണം. അപ്പം എന്ത് ചെയ്യും? അതിന്റെ വാല്യൂ കുറഞ്ഞ് വരും. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? CJ_NE കമ്പയർ ജം നോട്ട് ഈക്വൽ ടു ,00H ഡിക്രീസ് ലൂപ്പ്. ഇതെന്ത് സംഭവിക്കുക? ആദ്യത്തെ ലോജിക്ക് എന്തായിരുന്നു? എ ഇൻക്രീസ് ചെയ്ത് 255 എന്ന് പറഞ്ഞ വാല്യൂ എത്തണം. 255 എന്ന് പറഞ്ഞ വാല്യൂ എത്തുമ്പോൾ ഇത് പുറത്തേക്ക് വരും. ഇവിടെ എന്താ വാല്യൂ? ഇവിടെ എ 0 ആവണ വരെ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് 0 ആയി കഴിഞ്ഞാൽ പിന്നെയും എസ് ജമ്പ് ലൂപ്പിലേക്ക് പോകും. ലൂപ്പ് എവിടെയാ? ഇവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുക? ആദ്യം എന്റെ വാല്യൂ 255 ആയിരുന്നു. ഡിക്രിമെന്റ് എ എന്ന് പറയുമ്പോഴത്തേക്കും എന്തായി? 244 ആയി. അത് ഇത് വെച്ച് കമ്പയർ ചെയ്യും. 244 ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ എന്ത് ചെയ്യും? ഡിക്രിമെന്റ് ലൂപ്പിലേക്ക് തിരിച്ചൊന്നുകൂടി പോകും. അപ്പൊ ഈ വാല്യൂ എന്തായി? മാറി 244 ആകും. അതിനുശേഷം 243 ആവും, 242 ആവും. അപ്പൊ എന്ത് ചെയ്യുക? 0 ആവണത് വരെ ഇതിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് സംഭവിച്ചു? ഡിക്രീസ് ചെയ്ത് തിരിച്ച് 0യിലേക്കും. ഇതെന്താണ്? ഒരു ട്രയാങ്കുലർ വേവ് ആണ്. ഇതേ സെയിം സ്റ്റെപ്പ് എന്ത് ചെയ്യും? പിന്നെയും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ട്രയാങ്കുലർ വേവ് ഫോം ഉണ്ടാക്കും.